ഇതൊക്കെ രാഷ്ട്രീയമാണല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, കുടുംബകാര്യം വേറെ, രാഷ്ട്രീയം വേറെ. ഞാൻ പറഞ്ഞത് പലരും വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇന്ന് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല. ഇത് ഇന്ന് വോട്ടെടുപ്പാണ്. എനിക്കാകപ്പാടെ ജനങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും അവരുടെ വോട്ടുകൾ വിനിയോഗിക്കുക. എല്ലാവരും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് നടക്കുന്നത്. അതായത് 140 കോടി ജനങ്ങളെ അടുത്ത 5 വർഷം ആര് ഭരിക്കും, നയിക്കും, ഇതൊക്കെ തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. എല്ലാ ജനങ്ങളും ഇന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും എനിക്കിന്ന് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇന്ന് വിവാദങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്നും ഇത് ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമല്ല. ഇന്ന് അതിൻ്റെ സമയമല്ല. ഇന്ന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്ന സമയം പോലുമല്ല. ഇന്ന് വോട്ട് ചെയ്യാനാണ് വന്നത്. എനിക്ക് വളരെ പെട്ടെന്ന് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകാനുണ്ട്. 150 കിലോമീറ്റർ വിസ്താരമുള്ള സ്ഥലമാണ്. 14 സംഘടനാ മണ്ഡലങ്ങളുണ്ട്, 7 നിയോജന മണ്ഡലങ്ങളുണ്ട്. അങ്ങ് അടൂര് മുതൽ കാഞ്ഞിരപ്പള്ളി വരെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ്, ബൂത്തുകളിൽ പോകാനുള്ളതാണ്. അത് കാരണം ഇന്ന് ഇങ്ങനത്തെ ചർച്ചയ്ക്കൊന്നും ഞാനില്ല. ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ, മറ്റ് 2 സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ച പോലെ 2 പേർക്കും എതിരെ വലിയ ജനവികാരമാണ്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ നാഷണൽ സ്റ്റേജിൽ തന്നെ ഓരോ ബൂത്തിലും മിനിമം ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഞാനൊരു 4,4 ലക്ഷം വോട്ടിനും ഇടയ്ക്കുള്ള വോട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്പർ 2, നമ്പർ 3 ഉള്ള വോട്ടുകൾ അനുസരിച്ച് വിജയ മാർജിൻ കാണാം. പക്ഷെ നല്ല മാർജിനിൽ ഞാൻ ജയിക്കും. പത്തനംതിട്ട, ഇപ്പം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ മണ്ഡലങ്ങളിലും LDFനെതിരെ ഒരു ജനവികാരമുണ്ട്. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിന്നെ എനിക്കെതിരെ നിൽക്കുന്ന ശ്രീ ആന്റോ ആന്റണിക്കെതിരെ കഴിഞ്ഞ 15 വർഷം അദ്ദേഹം അവിടെ MP ആയിട്ടും അവിടെ ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു ജനവികാരവുമുണ്ട്. ഇത് രണ്ടും പത്തനംതിട്ടയിൽ വലിയ ഫാക്ടറാണ്. ഇത് കാരണമാണ് ഞാൻ പറയുന്നത്, ഇതിൽ ഏറ്റവും മോശം പ്രകടനം ആരായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം 2 പേർക്കും എതിരെ വലിയ ജനവികാരമാണ്. അത് കാരണം തീർച്ചയായിട്ടും ഈ പത്തനംതിട്ട പുതിയൊരു മണ്ഡലമാണ്. 2009 തൊട്ടാണ് ഈ മണ്ഡലം ഉണ്ടായത്. ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആന്റോ ആന്റണി തന്നെ ഇപ്പം ഇത് രാഷ്ട്രീയ ചർച്ചയുടെ സമയമല്ല. കാര്യം 2-3 ദിവസമായിട്ട് ശ്രീ ആന്റോ ആന്റണി ഒരു പരാജിതന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം EVMനെ കുറ്റം പറയുന്നു, കള്ള വോട്ടർമാരെ കുറിച്ച് പറയുന്നു. 2-3 ദിവസമായിട്ട് അദ്ദേഹം പരാജയം മുന്നിൽ കണ്ട് ഇന്ന് തന്നെ എക്സ്ക്യൂസുകൾ തേടിക്കഴിഞ്ഞു. ഇപ്പം എക്സ്ക്യൂസുകളാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. ഇത് തോക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. അതായത് അദ്ദേഹം പരാജയം സമ്മതിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട സമയമേ ഉള്ളൂ. താങ്കൾ പിന്നെയും ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ഇതൊരു MPയെ തെരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഇത് ദേശീയ തെരഞ്ഞെടുപ്പിൽ അവർക്കിന്ന് പ്രസക്തിയില്ല. ഇപ്പം 2014 ആയാലും 2019 ആയാലും ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കാത്ത രീതിയിലാണ് ഇന്ത്യൻ ജനത അവരെ പരാജയപ്പെടുത്തിയത്. മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്ട് 2-3 സീറ്റേ ഉള്ളൂ 545 അംഗ പാർലമെൻറ്റിൽ. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് കാണാൻ പോകുന്നത്. പിന്നെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ 2 MPമാരുള്ള പാർട്ടിയും പ്രതിപക്ഷ നേതാവിന് പോലും അർഹമല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ജനത തോൽപ്പിക്കുന്ന പാർട്ടിയിലുമുള്ളവരൊക്കെ ഇതുപോലെ പല കാര്യങ്ങളും പറയും. പക്ഷെ അതൊന്നും ഇന്ത്യൻ ജനത സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അപ്പം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വോട്ടുകൾ നന്നായി വിനിയോഗിക്കുക. ദേശീയ തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും BJP 370-ലധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. NDA 400-ലധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ നിരവധി സീറ്റുകൾ BJP ജയിക്കും. അതിലൊന്ന് പത്തനംതിട്ടയായിരിക്കും. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്.